ഒരു അധ്യാപിക, ഒരു ഡോക്ടർ, ഒരു മോഡൽ, ഒരു കോളേജ് വിദ്യാർത്ഥിനി ഇവർക്കെല്ലാം തമ്മിൽ എന്താണ് ബന്ധം? ആദ്യമായി കേൾക്കുമ്പോൾ തോന്നും ഒന്നുമില്ല. പക്ഷേ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന ചില ലഹരി കേസുകൾ പരിശോധിച്ചപ്പോൾ ഒരു വിചിത്രമായ സാമ്യം പല അന്വേഷണങ്ങളിലും കാണാം. സമൂഹം ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ചില മുഖങ്ങൾ ഒരു ദിവസം അന്വേഷണ ഏജൻസിയുടെ റഡാറിലേക്ക് എത്തുന്നു. അപ്പോൾ ഉയരുന്ന ചോദ്യം, ലഹരി ശൃംഖലകൾ മാറുകയാണോ? മുമ്പ് സിനിമകളിൽ മാത്രം കണ്ടിരുന്ന ലോകം ഇന്ന് നമ്മുടെ നാട്ടിലേക്കും നഗരങ്ങളിലേക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും എത്തുകയാണോ? അതോ നമ്മൾ ഇപ്പോഴാണ് അത് തിരിച്ചറിയാൻ തുടങ്ങിയത്? ഇന്നത്തെ വീഡിയോ ഒരു വ്യക്തിയെ കുറ്റക്കാരനായി പ്രഖ്യാപിക്കാനോ ആരെയും അപമാനിക്കാനോ വേണ്ടിയുള്ളതല്ല. നിയമത്തിൻ്റെ മുന്നിൽ ഓരോരുത്തരും കുറ്റം തെളിയുന്നതുവരെ നിരപരാധികളാണ്. പക്ഷേ അന്വേഷണങ്ങളിൽ പുറത്തുവന്ന വിവരങ്ങളും പൊതുവായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസുകളും നമ്മളെ ചില വലിയ ചോദ്യങ്ങൾ ചോദിക്കാൻ നിർബന്ധിതരാക്കുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യയെ ഞെട്ടിച്ച ചില ലഹരി കേസുകളെക്കുറിച്ചാണ്. ഓരോ കേസും വ്യത്യസ്തമാണ്. പക്ഷേ അവയെല്ലാം കൂട്ടി വായിക്കുമ്പോൾ പൊതുവെ ഒരു പാറ്റേൺ കാണാൻ കഴിയുമോ? അതാണ് ഈ ഡോക്യുമെൻ്ററിയിലൂടെ അന്വേഷിക്കുന്നത്. കഴിഞ്ഞ ദിവസം കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത സംഭവങ്ങളിൽ ഒന്നായിരുന്നു വടകരയിൽ പുറത്തുവന്ന ലഹരി കേസ്. അന്വേഷണത്തിൻ്റെ ഭാഗമായി 2 അധ്യാപകർ അറസ്റ്റിലായെന്ന വാർത്ത വലിയ ചർച്ചയായി. ഈ കേസിൽ അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്. അതിനാൽ കോടതിയുടെ അന്തിമ വിധിക്ക് മുമ്പ് ആരെയും കുറ്റക്കാരനായി പ്രഖ്യാപിക്കാൻ കഴിയില്ല. എന്നാൽ ഈ കേസിലെ ചില അന്വേഷണ വിവരങ്ങൾ സമൂഹത്തെ ഞെട്ടിച്ചു. ഡിജിറ്റൽ പണമിടപാടുകൾ, QR കോഡ്, ബാങ്ക് അക്കൗണ്ടുകൾ, പണം എത്തിയ ശേഷം സാധനം എവിടെയെന്ന് അറിയിക്കുന്ന രീതിയിലുള്ള സംവിധാനങ്ങളും ഉണ്ടായോ എന്നുള്ള സംശയം. ഇത്തരത്തിലുള്ള രീതികൾ ഇന്ത്യയിലെ മറ്റ് പല ലഹരി കേസുകളിലും അന്വേഷണ ഏജൻസികൾ പരിശോധിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ ഏറ്റവും വലിയ ചോദ്യം അധ്യാപികമാർ അറസ്റ്റിലായി എന്നതല്ല, മറിച്ച് സമൂഹം ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഒരു തൊഴിൽ മേഖലയിലെ ആളുകളെ അന്വേഷണത്തിൻ്റെ ഭാഗമാകുമ്പോൾ അത് സമൂഹത്തിന് എന്താണ് പറയുന്നത്? 2020 രാജ്യം മുഴുവൻ ലോക്ക്ഡൗണിൻ്റെ സമയമായിരുന്നു. അപ്പോഴാണ് ഒരു പ്രമുഖ നടൻ്റെ മരണാന്വേഷണവുമായി ബന്ധപ്പെട്ട് മയക്കുമരുന്ന് ഉപയോഗത്തെക്കുറിച്ചുള്ള അന്വേഷണം ദേശീയ തലത്തിൽ വലിയ വാർത്തയായത്. തുടർന്ന് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ നിരവധി പേരെ ചോദ്യം ചെയ്തു. സിനിമാ മേഖലയിലെ ചില പ്രമുഖരുടെ പേരുകളും വാർത്തകളിൽ നിറഞ്ഞു. ചിലരെ അറസ്റ്റ് ചെയ്തു, ചിലരെ ചോദ്യം ചെയ്തു, ചിലരുടെ വീടുകളിൽ പരിശോധന നടന്നു. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, മാധ്യമങ്ങളിൽ പേര് വന്ന എല്ലാവരും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയില്ല. ചില കേസുകളിൽ അന്വേഷണം തുടരുന്നവയാണ്. ചിലർക്ക് പിന്നീട് ജാമ്യം ലഭിച്ചു. ചില കേസുകൾ ഇപ്പോഴും നിയമ നടപടികളിലാണ്. പക്ഷേ ഈ കേസ് ഒരു വലിയ കാര്യം രാജ്യത്തെ പഠിപ്പിച്ചു. ലഹരി എന്ന വിഷയം ഇനി ഒരു നഗരത്തിലോ ഒരു വിഭാഗത്തിലോ ഒതുങ്ങുന്നില്ല. അത് സമൂഹത്തിലെ പല തലങ്ങളിലേക്കും അന്വേഷണം എത്തിച്ചേരുന്നുവെന്നാണ് യാഥാർത്ഥ്യം. അതിനുശേഷം ഇന്ത്യ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചു. ലഹരി കേസുകളിൽ സ്ത്രീകളുടെ പേരുകളും കൂടുതൽ വാർത്തകളിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. അതുകൊണ്ട് സ്ത്രീകൾ കൂടുതലായി കുറ്റം ചെയ്യുന്നു എന്നർത്ഥമല്ല. പക്ഷേ അന്വേഷണ ഏജൻസികൾ സ്ത്രീകളെയും അന്വേഷണത്തിൻ്റെ ഭാഗമാക്കുന്ന കേസുകൾ കൂടുതൽ പൊതുചർച്ചയായി തുടങ്ങി. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കോളേജുകൾ കേന്ദ്രീകരിച്ച് നിരവധി ലഹരി കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. കേരളം, കർണാടക, തെലങ്കാന, ഡൽഹി, മഹാരാഷ്ട്ര, എവിടെയും ഒരേ ആശങ്ക. യുവാക്കളെ ലക്ഷ്യമിടുന്ന ശൃംഖലയുണ്ടോ? കോളേജുകൾ എന്തുകൊണ്ടാണ് ലക്ഷ്യമാകുന്നത്? ഉത്തരം വളരെ ലളിതമാണ്. 18 മുതൽ 25 വയസ്സ് വരെ പ്രായമുള്ള പലർക്കും പുതിയ സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയം. വീട്ടിൽ നിന്ന് മാറിപ്പഠിക്കുന്നവർ, പുതിയ സൗഹൃദങ്ങൾ, പുതിയ ജീവിതശൈലി. അവിടെയാണ് ചിലപ്പോൾ തെറ്റായ പരിചയങ്ങളും ആരംഭിക്കുന്നത്. എല്ലാ കോളേജുകളിലും ഇത് നടക്കുന്നു എന്ന് പറയാനാവില്ല. പക്ഷേ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ അന്വേഷണങ്ങൾ കാണിക്കുന്നത് കോളേജ് വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കാൻ ചില ശൃംഖലകൾ ശ്രമിക്കുന്നുവെന്ന ആശങ്ക അധികൃതർ പലപ്പോഴും പ്രകടിപ്പിക്കാറുണ്ട്. ഇവിടെ ഒരു മനഃശാസ്ത്രപരമായ മാറ്റം സംഭവിക്കുന്നു. ആദ്യ ദിവസം ആരും സ്വയം ഒരു കുറ്റവാളിയായി ചിന്തിക്കില്ല. ഒരു പാർട്ടി, ഒരു സുഹൃത്ത്, ഒന്ന് പരീക്ഷിച്ച് തുടങ്ങാം, ഒന്നും സംഭവിക്കില്ല. അവിടെ നിന്നാണ് ചിലരുടെ ജീവിതം വഴിതിരിയുന്നത്. പിന്നീട് സ്വന്തം ഉപയോഗം, ശേഷം മറ്റൊരാൾക്ക് എത്തിച്ചു കൊടുക്കൽ, അതിന് ചെറിയ കമ്മീഷൻ. അവിടെ നിന്ന് ചിലർ ഇടനിലക്കാരായി മാറുന്നത്. ഇത് എല്ലാ കേസുകളിലും സംഭവിക്കുന്നു എന്നല്ല, പക്ഷേ പല അന്വേഷണങ്ങളിലും സമാനമായ രീതികൾ പരിശോധിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ വരെ നമ്മൾ 3 വ്യത്യസ്തമായ പശ്ചാത്തലങ്ങൾ കണ്ടു. ഒരു വിദ്യാഭ്യാസ മേഖല, ഒരു വിനോദ മേഖല, ഒരു കോളേജ് ക്യാമ്പസ്. പക്ഷേ മൂന്നിടത്തും അന്വേഷണ ഏജൻസികൾ ശ്രദ്ധിച്ച ചില സാമ്യങ്ങളുണ്ട്. ഒന്നാമത് ഡിജിറ്റൽ പണമിടപാടുകൾ, രണ്ടാമത് നേരിട്ട് കൈമാറ്റം ഒഴിവാക്കാനുള്ള ശ്രമം, മൂന്നാമത് ഇടനിലക്കാരെ ഉപയോഗിക്കൽ, നാലാമത് ചെറിയ ചെറിയ കണ്ണികളായി പ്രവർത്തിക്കുന്ന ശൃംഖല. ഇവ തെളിയപ്പെടേണ്ട കാര്യങ്ങളാണ്.
എന്നാൽ ഇന്ത്യയിലെ പല അന്വേഷണങ്ങളിലും സമാനമായ പ്രവർത്തന രീതികൾ ഉദ്യോഗസ്ഥർ പരിശോധിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. പക്ഷേ ഇനി പറയാൻ പോകുന്ന കേസ് ഇതിലും ഞെട്ടിക്കുന്നതാണ്. കാരണം അവിടെ അന്വേഷണ ഉദ്യോഗസ്ഥർ ശ്രദ്ധിച്ചത് പണമല്ല, സോഷ്യൽ മീഡിയ ആയിരുന്നു. ഇൻസ്റ്റഗ്രാം, ടെലിഗ്രാം, എൻക്രിപ്റ്റ് മെസ്സേജുകൾ, കോഡ് ഭാഷ. ഈ പുതിയ ലോകം ലഹരി അന്വേഷണങ്ങളെ എങ്ങനെ മാറ്റിമറിച്ചു? ഒരു കാലത്ത് ലഹരി വിൽപ്പന എന്ന് കേട്ടാൽ ആളുകൾക്ക് മനസ്സിൽ വരുന്നത് ഇരുണ്ട വഴികളും രഹസ്യ കൂടിക്കാഴ്ചകളുമായിരുന്നു. പക്ഷേ ഇന്ന് സ്ഥിതി മാറിയിരിക്കുന്നു. ഒരു മൊബൈൽ ഫോൺ, ഒരു മെസ്സേജ്, ഒരു QR പേയ്മെൻറ്റ്, ഒരു ലൊക്കേഷൻ പിൻ. ചില അന്വേഷണങ്ങളിൽ ഇത്രയും മാത്രം മതി ഒരു ശൃംഖല പ്രവർത്തിക്കാൻ എന്ന സംശയം ഉയർന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന കേസുകൾ അതുകൊണ്ട് തന്നെ കൂടുതൽ വ്യത്യസ്തമാണ്. കാരണം ഇവയിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധിച്ചത് വെറും മയക്കുമരുന്ന് മാത്രമല്ല, ഡിജിറ്റൽ തെളിവുകളും സോഷ്യൽ മീഡിയയും ഓൺലൈൻ ബന്ധങ്ങളുമാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി രാജ്യത്തെ വിവിധ അന്വേഷണ ഏജൻസികൾ ഒരു മാറ്റം ശ്രദ്ധിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. മുമ്പ് ഫോൺ കോളുകളായിരുന്നു പ്രധാന മാർഗം. ഇപ്പോൾ പല ആശയവിനിമയങ്ങളും മെസ്സേജ് ആപ്പുകളിലും എൻക്രിപ്റ്റ് പ്ലാറ്റ്ഫോമുകളിലേക്കും മാറിയെന്നാണ് അന്വേഷണങ്ങൾ സൂചിപ്പിക്കുന്നത്. ടെലിഗ്രാം, സിഗ്നൽ, മറ്റു എൻക്രിപ്റ്റഡ് ആപ്പുകൾ. ഇത്തരം പ്ലാറ്റ്ഫോമുകൾ നിയമപരമായ പല ആവശ്യങ്ങൾക്കും സാധാരണ ആളുകൾ ഉപയോഗിക്കുന്നവയാണ്. അത് ഉപയോഗിക്കുന്നു എന്നത് മാത്രം കുറ്റത്തിന് തെളിവല്ല. പക്ഷേ ചില കേസുകളിൽ പ്രതികളെന്ന് ആരോപിക്കപ്പെടുന്നവരുടെ ആശയവിനിമയം ഇത്തരം പ്ലാറ്റ്ഫോമുകളിലൂടെ ആയിരുന്നോ എന്ന് അന്വേഷണ ഏജൻസികൾ പരിശോധിക്കുന്നുണ്ട്. ഇത് ലഹരി കേസുകൾ മാത്രമല്ല, സൈബർ കുറ്റകൃത്യങ്ങളിലും സാമ്പത്തിക തട്ടിപ്പുകളിലും സമാനമായ അന്വേഷണ രീതികൾ കാണാം. ഇവിടെയാണ് മറ്റൊരു വലിയ ചോദ്യം ഉയരുന്നത്. ഡിജിറ്റൽ ലോകം കുറ്റവാളികൾക്ക് സൗകര്യമാണോ, അല്ലെങ്കിൽ അത് അന്വേഷണ ഉദ്യോഗസ്ഥർക്കാണോ കൂടുതൽ സഹായകരമാകുന്നത്? ആദ്യ നോട്ടത്തിൽ കുറ്റവാളികൾക്ക് ഏറ്റവും മറയ്ക്കാൻ കഴിയുന്നതെന്ന് തോന്നാം. പക്ഷേ യാഥാർത്ഥ്യം പലപ്പോഴും മറിച്ചാണ്. ഒരു മെസ്സേജ് ഡിലീറ്റ് ചെയ്താലും ചിലപ്പോൾ മറ്റ് ഡിജിറ്റൽ തെളിവുകൾ ബാക്കിയാകും. ഒരു പണമിടപാട്, ഒരു IP ലോഗ്, ഒരു ലൊക്കേഷൻ ഹിസ്റ്ററി, ഒരു CCTV ദൃശ്യം. ഇതെല്ലാം ചേർന്നാണ് അന്വേഷണങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങൾ വർഷങ്ങളായി ലഹരികടത്തിൻ്റെ പ്രധാന റൂട്ടുകളായി വാർത്തകളിൽ ഇടം നേടിയിട്ടുണ്ട്. പ്രത്യേകിച്ചും പഞ്ചാബ്, രാജസ്ഥാൻ, ഗുജറാത്തിൻ്റെ തീരപ്രദേശങ്ങൾ, വടക്കു കിഴക്കൻ ചില സംസ്ഥാനങ്ങൾ. ഇവിടങ്ങളിൽ വിവിധ ഏജൻസികൾ നിരവധി തവണ വലിയ തോതിൽ ലഹരി മരുന്ന് പിടിച്ചതായി ഔദ്യോഗിക വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇവിടെ പ്രധാനമായി മനസ്സിലാക്കേണ്ടത് വലിയ ചരക്ക് പിടിച്ചെടുക്കുന്നത് മാത്രമല്ല പ്രധാനം, അത് എവിടെ നിന്നാണ് വന്നത്, ആരാണ് കൊണ്ടുപോകുന്നത്, ആരാണ് വിതരണം ചെയ്യാൻ ശ്രമിച്ചത്, ആരാണ് സാമ്പത്തികമായി പിന്നിൽ. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് അന്വേഷണത്തിലൂടെ കണ്ടെത്തേണ്ടത്. പലപ്പോഴും പിടിയിലാകുന്നത് ചരക്കെത്തിക്കുന്ന ആളുകളായിരിക്കും. പക്ഷേ ശൃംഖലയുടെ മുകളിലുള്ളവരെ കണ്ടെത്തുക ഏറെ പ്രയാസമുള്ള ജോലിയാണ്. അതുകൊണ്ടാണ് അന്വേഷണം പല മാസങ്ങളോ വർഷങ്ങളോ നീളുന്നത്. വനിതകളാണ് കൂടുതൽ ലഹരി കേസുകളിൽ ഉൾപ്പെടുന്നതെന്ന് പറയാൻ യാതൊരു അടിസ്ഥാനവുമില്ല. അങ്ങനെയൊരു നിഗമനത്തിൽ എത്തുന്നത് തെറ്റാണ്. എന്നാൽ കഴിഞ്ഞ വർഷങ്ങളിൽ വിവിധ സംസ്ഥാനങ്ങളിൽ വനിതകൾ അന്വേഷണത്തിൻ്റെ ഭാഗമായ ചില കേസുകൾ വാർത്തകളിൽ വന്നിട്ടുണ്ട്. ചിലർ യാത്രക്കാരായിരുന്നു, ചിലർ ഇടനിലക്കാരായിരുന്നു. ചില കേസുകളിൽ സ്ത്രീകളെ ഉപയോഗിക്കുന്നത് സംശയം കുറയ്ക്കാനാകുമോ എന്ന കാര്യവും അന്വേഷണങ്ങളിൽ പരിശോധിച്ചു വരുന്നുണ്ട്. പക്ഷേ ഓരോ കേസിലും വ്യത്യസ്തമാണ്. കോടതിയുടെ അന്തിമവിധിക്ക് മുമ്പ് ഒരാളെയും കുറ്റക്കാരനായി കാണാൻ പാടില്ല. ഇപ്പോൾ നമ്മൾ 6 വ്യത്യസ്ത സാഹചര്യങ്ങൾ കണ്ടു. കേരളത്തിലെ ഒരു കേസ്, വിനോദ മേഖലയുമായി ബന്ധപ്പെട്ട അന്വേഷണം, കോളേജ് പരിസരങ്ങളിലെ ആശങ്കകൾ, ഡിജിറ്റൽ ആശയവിനിമയം, അതിർത്തി സംസ്ഥാനങ്ങളിലെ കടത്ത്, വനിതകളെ ഉൾപ്പെടുത്തി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ചില കേസുകൾ. ഇവ തമ്മിൽ എന്താണ് ബന്ധം? ഒറ്റ ഉത്തരമില്ല. പക്ഷേ അന്വേഷണ റിപ്പോർട്ടുകളിൽ ആവർത്തിച്ചു കാണുന്ന ചില ഘടകങ്ങളുണ്ട്. വേഗത്തിൽ പണം സമ്പാദിക്കാനുള്ള ആഗ്രഹം, ചെറിയ കമ്മീഷനിൽ നിന്ന് തുടങ്ങുന്ന പങ്കാളിത്തം, ഡിജിറ്റൽ പണമിടപാടുകൾ, വിദ്യാഭ്യാസമുള്ള ആളുകളെ ഉപയോഗിക്കാനുള്ള ശ്രമം, ചെറിയ കണ്ണികളായി വിഭജിച്ച പ്രവർത്തന രീതി. ഇവ എല്ലായിടത്തും തെളിയപ്പെട്ട മാതൃകകളാണ്. എന്നാൽ വിവിധ അന്വേഷണങ്ങളിൽ ഇത്തരം ഘടകങ്ങൾ പരിശോധിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഒരു ശൃംഖല എങ്ങനെ ഒരു പുതിയ ആളുകളെ കണ്ടെത്തുന്നു? ഇത് പലർക്കും അറിയാത്തൊരു കാര്യമാണ്. ഒരു അപരിചിതൻ വന്ന് നേരിട്ട് പറയില്ല, വാ ലഹരി വിൽക്കാം. പലപ്പോഴും അതിനു മുമ്പ് ഒരു സൗഹൃദമുണ്ടാകും, ഒരു വിശ്വാസബന്ധം, ഒരു ചെറിയ സഹായം, ഒരു യാത്ര, ഒരു പാർട്ടി, ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട്, ഒരു ചെറിയ കമ്മീഷൻ. അവിടെ നിന്നാണ് ചിലർ പതിയെ പതിയെ കൂടുതൽ ആഴത്തിലേക്ക് പോകുന്നതെന്ന് കുറ്റകൃത്യ മനഃശാസ്ത്രജ്ഞ വിദഗ്ധർ വിശദീകരിക്കാറുണ്ട്. ഇത് എല്ലാവരുടെയും കഥയല്ല, പക്ഷേ ചില കേസുകളിൽ കാണുന്ന ഒരു പാറ്റേണാണ്. ഇതുവരെ നമ്മൾ കേസുകളെക്കുറിച്ച് സംസാരിച്ചു. പക്ഷേ ഇനി ചോദിക്കാനുള്ളത് ഏറ്റവും വലിയ ചോദ്യം ഇതാണ്: എന്തുകൊണ്ടാണ് പഠിച്ചവരും നല്ല ജോലിയുള്ളവരും പോലും ചിലപ്പോൾ ഇത്തരം ശൃംഖലകളിൽ കുടുങ്ങുന്നത്? പണം മാത്രമാണോ കാരണം? അതോ സാമൂഹിക സമ്മർദ്ദം, ആഡംബര ജീവിതത്തോടുള്ള ആകർഷണം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും? ചെറിയ ചെറിയ കാര്യങ്ങളാണ് ചിലരെ വലിയ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്.
അതാണ് ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഇത് പലരുടെയും മനസ്സിലുള്ള ചോദ്യമാണ്. നല്ല വിദ്യാഭ്യാസം, സ്ഥിര ജോലി, സാമൂഹിക ബഹുമാനം ഇതെല്ലാം ഉണ്ടായിട്ടും ചിലർ എന്തുകൊണ്ട് തെറ്റായ വഴിയിലേക്ക് പോകുന്നത്? ഇതിനൊരൊറ്റ ഉത്തരമില്ല. ഓരോ വ്യക്തിയുടെയും സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, തെറ്റായ സൗഹൃദങ്ങൾ, അമിതമായ ആഡംബര ജീവിതത്തോടുള്ള ആഗ്രഹം, വേഗത്തിൽ പണം സമ്പാദിക്കാനുള്ള മോഹം, ചിലപ്പോൾ വ്യക്തിപരമായ സമ്മർദ്ദങ്ങൾ. ഇതൊന്നും കുറ്റകൃത്യത്തിനുള്ള ന്യായീകരണമല്ല. പക്ഷേ അന്വേഷണങ്ങളിലും കുറ്റകൃത്യ മനഃശാസ്ത്ര പഠനങ്ങളിലും ഇത്തരം ഘടകങ്ങൾ ചർച്ച ചെയ്യപ്പെടാറുണ്ട്. ലഹരി ശൃംഖലയെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വാക്ക് പണം. വേഗത്തിൽ ലഭിക്കുന്ന പണം. പക്ഷേ ആ പണത്തിന് വിലയുണ്ട്. അറസ്റ്റ്, ജോലി നഷ്ടപ്പെടൽ, കുടുംബത്തിൻ്റെ വിശ്വാസം നഷ്ടപ്പെടൽ, നിയമ നടപടികൾ, സാമൂഹിക പ്രതിച്ഛായയുടെ തകർച്ച, കോടതി നടപടികൾ വർഷങ്ങളോളം നീളാം. ചിലപ്പോൾ ജീവിതകാലം മുഴുവൻ ആ കേസിൻ്റെ നിഴൽ പിന്തുടരാം. അതിനാൽ ചെറിയ കാലത്തേക്ക് ലഭിക്കുന്ന സാമ്പത്തിക നേട്ടം ദീർഘകാല നഷ്ടങ്ങളെക്കാൾ ഒരിക്കലും വലുതാകില്ല. എല്ലാ കേസുകളിലും അങ്ങനെയല്ല. പക്ഷേ ചില അന്വേഷണങ്ങളിൽ പിന്നീട് ശ്രദ്ധിക്കപ്പെട്ട ചില കാര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. പെരുമാറ്റത്തിൽ പെട്ടെന്നുള്ള മാറ്റം, അമിതമായ രഹസ്യ സ്വഭാവം, വരുമാനത്തേക്കാൾ വലിയ ചെലവുകൾ, അസാധാരണമായ പണമിടപാടുകൾ, രാത്രികാല യാത്രകൾ, പുതിയ പരിചയങ്ങൾ. ഇവയൊന്നും കുറ്റത്തിൻ്റെ തെളിവല്ല. പക്ഷേ കുടുംബങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമാണെങ്കിൽ സംസാരിക്കുകയും ആവശ്യമായ സഹായം തേടുകയും ചെയ്യുന്നതാണ് നല്ലത്. പ്രത്യേകിച്ച് കുട്ടികളുടെയും യുവാക്കളുടെയും കാര്യത്തിൽ തുറന്ന സംഭാഷണം വളരെ പ്രധാനമാണ്. ഇന്നത്തെ കാലത്ത് ലഹരി കേസുകൾ അന്വേഷിക്കുന്നത് പഴയ പോലെയല്ല. പോലീസും കേന്ദ്ര ഏജൻസികളും ഇന്ന് നിരവധി ഡിജിറ്റൽ തെളിവുകളും പരിശോധിക്കുന്നു. ബാങ്ക് രേഖകൾ, ഡിജിറ്റൽ പേയ്മെൻറ്റുകൾ, ഫോൺ വിവരങ്ങൾ, CCTV ദൃശ്യങ്ങൾ, ഫോറൻസിക് പരിശോധനകൾ ഇവയെല്ലാം ചേർന്നാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കേസിൻ്റെ മുഴുവൻ ചിത്രം പുറത്തുവരാൻ സമയമെടുക്കും. ആദ്യ വാർത്തകളിൽ കേൾക്കുന്നതെല്ലാം അന്തിമ സത്യമാകണമെന്നില്ല. അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ പുതിയ വിവരങ്ങൾ പുറത്തുവരാം. കോടതിയുടെ വിധിയാണ് ഒടുവിൽ നിർണായകം. കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസ്, ബോളിവുഡുമായി ബന്ധപ്പെട്ട അന്വേഷണം, കോളേജ് പരിസരങ്ങളിലെ ആശങ്കകൾ, അതിർത്തി സംസ്ഥാനങ്ങളിലെ കടത്ത്, ഡിജിറ്റൽ പണമിടപാടുകൾ ഇവയെല്ലാം ഒരുമിച്ച് നോക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. ലഹരി എന്ന പ്രശ്നം ഒരു സംസ്ഥാനത്തിൻ്റെ മാത്രം പ്രശ്നമല്ല, ഒരു വിഭാഗത്തിൻ്റെ മാത്രം പ്രശ്നമല്ല. അത് ഒരു സമൂഹം മുഴുവൻ ജാഗ്രത പുലർത്തേണ്ട വിഷയമാണ്. അതേസമയം ഒരു പ്രധാന കാര്യം നമ്മൾ മറക്കരുത്. ഒരു കേസിൽ അന്വേഷണം നടക്കുന്നു എന്നത് മാത്രം ഒരാളെ കുറ്റക്കാരനാക്കുന്നില്ല. അറസ്റ്റിലായവർക്ക് പോലും നിയമപ്രകാരം പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ട്. അന്തിമ തീരുമാനമെടുക്കുന്നത് കോടതിയാണ്. ഈ തത്വം ഓരോ കേസിലും ഒരുപോലെ ബാധകമാണ്. ഇന്ന് നമ്മൾ നിരവധി കേസുകളെക്കുറിച്ച് സംസാരിച്ചു. ഓരോ കേസും വ്യത്യസ്തമായിരുന്നു. പക്ഷേ ഓരോ കഥയിലും ഓരോ മുന്നറിയിപ്പാണ് ഒളിഞ്ഞിരിക്കുന്നത്. ലഹരി ആദ്യം ഒരു വ്യക്തിയെ ബാധിക്കും, ശേഷം ഒരു കുടുംബത്തെ, പിന്നീട് ഒരു സമൂഹത്തെ. അതിനാലാണ് ലഹരിക്കെതിരായ പോരാട്ടം പോലീസിൻ്റെ മാത്രം ഉത്തരവാദിത്തമല്ലെന്ന് പറയുന്നത്. അത് കുടുംബങ്ങളുടെയും അധ്യാപകരുടെയും സുഹൃത്തുക്കളുടെയും സമൂഹത്തിൻ്റെയും ഉത്തരവാദിത്തമാണ്. ഓരോ യുവാവിനെയും രക്ഷിക്കാൻ കഴിഞ്ഞാൽ ഒരു കുടുംബത്തെ രക്ഷിക്കാം. ഒരു കുടുംബത്തെ രക്ഷിക്കാൻ കഴിഞ്ഞാൽ ഒരു സമൂഹത്തെ ശക്തമാക്കാം. അവസാനമായി ഒരു ചോദ്യം മാത്രം ബാക്കി നിൽക്കുന്നു. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ പുറത്തുവന്ന ഈ കേസുകൾ വെറും ഒറ്റപ്പെട്ട സംഭവങ്ങളാണോ, അതോ സമൂഹം കൂടുതൽ ജാഗ്രത പാലിക്കേണ്ട ഒരു വലിയ മുന്നറിയിപ്പാണോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം അന്വേഷണ ഏജൻസികളും കോടതികളും നൽകും. പക്ഷേ അതുവരെ നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് മാത്രം: വസ്തുതകൾ മാത്രം വിശ്വസിക്കുക, അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കാതിരിക്കുക, ലഹരിക്കെതിരെ ജാഗ്രത വളർത്തുക. കാരണം ഒരു സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി അതിൻ്റെ യുവതലമുറയാണ്. ഈ അറസ്റ്റ് ചെയ്ത പ്രതികളെ ഇനിയും കസ്റ്റഡിയിലെടുത്ത് ഫർദർ ക്വസ്റ്റ്യൻ ചെയ്യും. തീർച്ചയായിട്ടും ഇതൊരു നെറ്റ്വർക്കാണ്. അപ്പോൾ ഇത് 5 പേരിൽ ഒതുങ്ങുന്ന ഒരു നെറ്റ്വർക്കല്ല. അപ്പോൾ കൂടുതൽ ആൾക്കാർ ഞങ്ങളുടെ സർവൈലൻസിലുണ്ട്. ഇനി വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ ഡീപ്പായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ കാണും. കൂടുതൽ പ്രതികളെ ഇനി വരുന്ന ദിവസങ്ങളിൽ അറസ്റ്റ് ചെയ്യും. ഈ പ്രതികളായ അധ്യാപികമാർക്ക് എങ്ങനെയാണ് ഈ നെറ്റ്വർക്കുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? എത്ര കാലമായിട്ടുള്ള ബന്ധമാണ്, ലഹരി കച്ചവടമാണ് ഇവർ നടത്തുന്നത്? ഞങ്ങളിപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ആണ് അനലൈസ് ചെയ്തിരിക്കുന്നത്. എത്രയും കാലമായിട്ട് ഇവരിതിൽ ഇറങ്ങിയെന്ന് അത് അവരെ ഇനിയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിന് ശേഷം മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. എത്ര രൂപയുടെ ഇടപാടുകളാണ് കണ്ടെത്തിയിരിക്കുന്നത്? ഇപ്പം വേരിയിങ് അമൗണ്ട്സ് ആണ്. ഇപ്പം എന്തായാലും ഒരു മിനിമം അപ് ടു 15 lakhs വരെ മിനിമം ട്രാൻസാക്ഷൻസ് നടന്നിട്ടുണ്ട്. ഒരു പ്രതിയുടെ അബവ് 1 crore ട്രാൻസാക്ഷൻസ് ഉണ്ട്. കൂടുതൽ പ്രതികൾ, പ്രധാനപ്പെട്ട പ്രതികളൊക്കെ ഇപ്പോഴും കാണാൻ പറയുന്നത് തന്നെയാണോ, ഇനി അതോ ഇവരിൽ തന്നെ ഒതുങ്ങുമോ അന്വേഷണം? ഇല്ല, ഇതിൻ്റെ പിന്നിൽ തീർച്ചയായിട്ടും ഒരു നെറ്റ്വർക്ക് ഉണ്ട്. ഇപ്പം ഇവരാണ് ഇതിൻ്റെ മെയിൻ കിങ് പിൻസ് എന്ന് പറയാറായിട്ടില്ല. കൂടുതൽ ആൾക്കാരുണ്ട് ഇതിൽ, തീർച്ചയായിട്ടും ഉണ്ട്. ഇവരുടെ വ്യക്തമായിട്ടുള്ള റോള് നമുക്ക് ചാർജ് ഷീറ്റ് ചെയ്യുന്ന സമയത്തെ നമുക്ക് ഫിക്സ് ചെയ്ത് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പോഴേ പറയാൻ പറ്റത്തില്ല. ഇപ്പം പ്രാഥമികമായിട്ട്
ഇവർക്ക് NDPS കേസ് അക്യൂസ്ഡുമായിട്ട് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഉണ്ട്. പിന്നെ ഇതുവരെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇവർക്ക് അത്യാവശ്യം ഈ നെറ്റ്വർക്കുമായിട്ട് തന്നെ ഡീപ്പായിട്ടുള്ള ലിങ്ക്സ് ഉണ്ടായിരുന്നു. ഇപ്പം ഫ്രണ്ട്ഷിപ്പ് ഉൾപ്പെടെയുള്ള ലിങ്ക്സ് ഉണ്ടായിരുന്നു. അപ്പം കൂടുതൽ അവരെങ്ങനെയാണ് ഇത് ഓപ്പറേറ്റ് ചെയ്തതെന്ന് നമുക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കണ്ടുപിടിക്കണം. ഇത് ഇവരെല്ലാവരും സുഹൃത്തുക്കളാണ്. ഇവരുടെ എക്സാക്ട് ഇവരെങ്ങനെയാണ് പരിചയപ്പെട്ടത്, ഇവർ ആദ്യം എവിടെയാണ് മീറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇവരുടെ ഈ സൗഹൃദം തുടങ്ങുന്നത്, അതൊക്കെ ഇവരോട് ഇനിയും ചോദിച്ച് മനസ്സിലാക്കേണ്ടി വരും. അത് ഇവരുടെ മോഡസിനെ കുറിച്ചൊന്നും ഇപ്പം വ്യക്തമായിട്ട് പറയാറായിട്ടില്ല. ഇപ്പം വളരെ ഏർലി സ്റ്റേജസിലാണ്. ഇപ്പം നിങ്ങൾക്കറിയാം, ലാസ്റ്റ് 1 വീക്കിലാണ് ഈ അറസ്റ്റുകൾ നടന്നത്. 2 അറസ്റ്റുകൾ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിലാണ് നടന്നത്. ഇപ്പോഴും പറയാറായിട്ടില്ല. എന്തായാലും ഇതൊക്കെ സമയമെടുത്ത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരുപാട് ആശങ്കകളുണ്ട്. ഈ കുട്ടികൾക്ക് ഈ ലഹരി എത്തിയോ, ഈ അധ്യാപകരിൽ നിന്നുള്ള ആശങ്കയുണ്ട്. അക്കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ട്. എന്തെങ്കിലും പരിശോധിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു അലാർമിംഗ് സിറ്റുവേഷനിലോട്ടൊന്നും ഇതുവരെ കാര്യങ്ങൾ പോയിട്ടില്ല. അപ്പോൾ നമ്മൾ കൂടുതൽ പരിശോധിക്കുന്നുണ്ട്. ഇവർ ഇല്ല അങ്ങനത്തെ ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. ഞങ്ങൾ നോക്കും ഇവരുടെ അസോസിയേറ്റ്സ് ആരൊക്കെയാണ്, ഇവരുടെ കൂടെ ആരൊക്കെയാണ് ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്, അത് നമ്മൾ നോക്കും. അത് ഇപ്പോഴേ നമുക്ക് പറയാൻ ആയിട്ടില്ല. കാരണം അവരെ നമ്മൾ വെരിഫൈ ചെയ്ത് പ്രതികളായിട്ട് ചേർക്കുന്നിടം വരെ നമുക്ക് കൺഫേംഡ് ആയിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. ഞങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും. കാരണം ഇവരിപ്പം സമൂഹത്തിൽ ഇപ്പം പലരുമായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ NDPSുമായിട്ട് ബന്ധം വേണമെന്നില്ല. അപ്പോൾ ഇവരുമായിട്ടൊരു ബന്ധമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവർ ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ ഒരു നെറ്റ്വർക്കിൻ്റെ ഭാഗമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഞങ്ങൾ ഡീപ്പായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് എവിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അവരെ പ്രതികളാക്കത്തുള്ളൂ. അപ്പോൾ അതൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് ഇച്ചിരി സമയം വേണം. ഇതുവരെ ഇല്ല. ഉണ്ടെങ്കിൽ നമ്മളത് എക്സാമിൻ ചെയ്യും, അന്വേഷിക്കും. ഇവർ സാലറീഡ് വ്യക്തികളാണ്. എല്ലാ മാസം ശമ്പളം മേടിക്കുന്നവരാണ്. അപ്പോൾ ഇവരുടെ ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഇപ്പം നോർമൽ മിഡിൽ ക്ലാസ് ബാക്ക്ഗ്രൗണ്ട് എന്ന് തന്നെ പറയാം. പക്ഷേ അവരുടെ ട്രാൻസാക്ഷൻസ് നോക്കുമ്പോഴത്തേന് ഇറ്റ് ഈസ് നോട്ട് മാച്ചിങ് വിത്ത് ദെയർ നോൺ സോഴ്സസ് ഓഫ് ഇൻകം. വിദേശയാത്ര അടക്കം നടത്തിയിട്ടുണ്ടോ? അത് ഞങ്ങൾക്ക് നോക്കേണ്ടി വരും. ഇപ്പോൾ ഇമിഗ്രേഷനിൽ നിന്ന് ഡീറ്റെയിൽസ് എടുക്കേണ്ടി വരും.